ഭുവനേശ്വരി നമ. ജ്യോതിഷവും പരിഹാരകർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പങ്ക്തിയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് വിവാഹേതര ബന്ധം, വിവാഹം കഴിച്ച് അനുബന്ധപരമായ ബന്ധം പുലർത്തുക, പുനർവിവാഹ യോഗഫലം സാധ്യമാകുക. ഇത് നമ്മുടെ ജാതകത്തിൽ എങ്ങനെ മുൻകൂട്ടി കണ്ടുപിടിക്കാൻ സാധിക്കും? ഇതൊരു ജീവിത അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ എപ്പോഴും തിരിച്ചറിയുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമ്മളൊരു പ്രിക്കോഷൻസ്, ഈ അനുഭവ യോഗഫലം നമുക്കുള്ളതാണ് എങ്കിൽ നമ്മളതിൻ്റെ പരിഹാരഭാഗഫലം എന്തെങ്കിലും നമ്മൾ കണ്ടെത്താറുണ്ട്. അപ്പോൾ അതെന്താണ് നമ്മുടെ ജാതകത്തിൽ ഇത് അനുഭവയോഗ ഫലം ഉള്ളതാണ്, ഇത് അനുഭവത്തിലുള്ളതാണെന്ന് നമുക്ക് എങ്ങനെ അറിയാം എന്നുള്ളതാണ് നമ്മൾ ഈ ജാതക ഭാഗഫലം കൊണ്ട് അറിയേണ്ടത്. പ്രത്യേകിച്ച് മേടം രാശി, കർക്കിടകം രാശി, തുലാൻ രാശി, മകരം രാശി, മിഥുനം രാശി, കന്നി രാശി, ധനുരാശി, മീനൻ രാശി, ഈ രാശിയിൽ നിൽക്കുന്ന ഭാവം, പ്രത്യേകിച്ച് ഈ രാശിയിൽപ്പെടുന്ന നക്ഷത്ര ജാതകര്, ഇല്ലെങ്കിൽ ഈ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് ശുക്രൻ, ചന്ദ്രൻ, സൂര്യൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ 7ാം ഭാവത്തിൽ നിൽക്കുക. ഇത് ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ ഈ 7ാം ഭാവത്തിൽ നിന്നാൽ, ഈ ഗ്രഹത്തോടെ ചേർന്ന് നിന്നാൽ ഈ ഒരു രാശിക്കാർക്ക് തീർച്ചയായിട്ടും ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ പുലർത്താൻ സാധ്യതായോഗഫലം ഉണ്ടാവാം. ചിലപ്പം ഒരു പ്രണയബന്ധങ്ങൾ വന്ന് കലാശിക്കപ്പെടാം, വിവാഹം കഴിച്ച് അനുബന്ധപരമായ ബന്ധങ്ങൾ പുലർത്തിപ്പോകാം, ഇല്ലെങ്കിൽ വിവാഹം ഡിവോഴ്സിലേക്ക് എത്തപ്പെട്ട് പുനർവിവാഹ യോഗഫലം സാധ്യമാവാം. ഇത് അനുഭവത്തിൽ വരുന്നൊരു കാര്യം തന്നെയാണ് ജാതകം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. രണ്ടാമതായി ലഗ്നം അനുസരിച്ച് 7ാം ഭാവം, പ്രത്യേകിച്ച് ഉഭയരാശി വരിക, ഈ രാശി ഉഭയരാശി വരിക. അതുപോലെ മിഥുനം, കന്നി, ധനു, മീനം എന്നീ രാശിയിൽ ശുക്രൻ, ചന്ദ്രൻ, സൂര്യൻ, ചൊവ്വ ഗ്രഹങ്ങൾ. ഇത് ഈ ഗ്രഹങ്ങളിൽ ശുക്രൻ ഒഴികെ ബാക്കിയുള്ള ഗ്രഹങ്ങൾ, ചന്ദ്രൻ ഒഴികെ ബാക്കിയുള്ള ഗ്രഹങ്ങൾ പാപഗ്രഹമാണ്. ഇവിടെ പാപമധ്യസ്ഥത നിൽക്കുക, പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാകാം. 2 ഗ്രഹങ്ങൾ ആ രാശിയിൽ, ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ 7ാം ഭാവത്തിൽ നിൽക്കുക. ഇത് 2 വിവാഹയോഗ ഫലം ഉണ്ടാകാം. വിവാഹാതരപരമായ ബന്ധങ്ങൾക്ക്, വിവാഹം കഴിച്ച് അനുബന്ധപരമായ ബന്ധം പുലർത്താൻ സാധ്യതായോഗ ഫലമുള്ള ജാതകം തന്നെയായിരിക്കും. തീർച്ചയായും ഈ ജാതകത്തിന്റെ ഗ്രഹാവസ്ഥാ ഭാഗഫലം നോക്കിക്കൊണ്ട് അതിന്റെ പരിഹാരങ്ങൾ കണ്ടെത്തുന്നത് വളരെ നന്നായിരിക്കും. കാരണം വൈവാഹികപരമായ ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ജീവിതകാലത്ത് നമ്മൾ മുന്നോട്ട് നയിക്കാൻ പറഞ്ഞാൽ ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്കല്ല, നമുക്കൊരു 10, 35, 40 വർഷം ഒന്നിച്ച് ജീവിക്കാനുള്ളതാണ്. ആ ജീവിതത്തിൽ എല്ലാവിധമായ സൗഭാഗ്യങ്ങളും നമുക്ക് വന്നു ചേരേണ്ടത് അനിവാര്യമാണ്. അവിടെ കലഹങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നു ചേർന്നാൽ തീർച്ചയായും നമ്മുടെ ജീവിതം നമുക്ക് ബുദ്ധിമുട്ടിലാകും. അതുകൊണ്ട് തന്നെ ജാതകം നേരത്തെ തന്നെ ഒരു പരിശോധനാ ഭാഗഫലം നടത്തി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ബന്ധം എങ്ങനെയാണ്, ഏത് തരത്തിലാണ്, ഇനി ഇതിനെന്ത് പ്രിക്കോഷൻസ് എടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാൻ സാധിക്കും. ഈ ഒരു അറിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ജ്യോതിഷത്തിന്റെ പുതിയ പാഠത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. നന്ദി, നമസ്കാരം.